ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഹോസ്റ്റലിലാണ്. ഇന്നലെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ ട്രെയിനിൽ പോവും. അന്നേരം ഞാൻ വിചാരിച്ചു റൂമൊക്കെ ഒന്ന് കാണിച്ച് എന്താ പറയുക, നമ്മൾ പോകുന്ന വീഡിയോസൊക്കെ എടുക്കാമെന്ന്. അപ്പം ന്യൂ ഇയർ അല്ലേ, അപ്പം അതിൻ്റെ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുക. ഇതാണ് എൻ്റെ യൂണിഫോം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ചെറിയ റൂം. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഓട്ടോയിൽ കയറി. നമുക്കിനി കുറച്ച് ദൂരമുണ്ട് ഓട്ടോയിൽ പോകാൻ. അവിടെ നിന്നിട്ട് ബസ്സിനകത്ത് പോകണം. ഭയങ്കര ബ്ലോക്കാണ്. ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കാണ് ഗൈസ്. അങ്ങനെ ഇതാ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുകയാണ്. ബസ്സുണ്ട് ഇപ്പോൾ ഉടനെ തന്നെ. അപ്പോൾ ബസ്സിനകത്ത് കണ്ടോ ഗൈസ്, ഫുള്ള് തിരക്കാണ്. അപ്പം ഞാൻ ബസ് ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകുന്നിടത്ത് ഇതാ കാണുന്ന കടയിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ഗൈസ്. അപ്പോൾ ഞാനിവിടെ കയറി മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാല ദോശ നല്ല ചൂട് മൊരിഞ്ഞത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനത് കഴിച്ചു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അന്നേരം ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാനിങ്ങനെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. ഗൈസ്, അന്നേരം ഇനിയിപ്പം കുറേ സമയം നമുക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഇന്ന് വളരെ ലേറ്റാണ്. 6:40-നാണ് ട്രെയിൻ വരിക. അപ്പം സാധാരണ 6:40-ന് വരും. ഇപ്പം ഇന്ന് എന്താ പറയുക, ഒരു 7 മണിയൊക്കെ ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ 7 മണിയും കഴിഞ്ഞ് ഞാനിവിടെ കട്ട പോസ്റ്റായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ട്രെയിൻ ഇതുവരെയും വന്നിട്ടില്ല. നമ്മൾ പോകുന്ന ഈ ട്രെയിനിൽ ഫുള്ള് തമിഴ്നാട്ടിലോട്ടുള്ളവരായിരിക്കും ഗൈസ്. അപ്പം കട്ട പോസ്റ്റായിരിക്കും. അവരോട് ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഇതിൽ. അങ്ങനെ ട്രെയിൻ വരുന്നു എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഗൈസ്. അന്നേരം ഞാൻ ട്രെയിൻ കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ അവിടെ നിന്ന് കയറിയപ്പോഴത്തേനും 2 ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലേസ് പൊട്ടിച്ച് തിന്നുകൊണ്ടിരിക്കുക. അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പിടിച്ച് നിർത്തിയിട്ട് സ്ലോ ആയിട്ടാണ് ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേനും എന്താണ്ട് ഒരു മണിയൊക്കെ കഴിയും. ഇതാ ഇവിടെയൊക്കെ ന്യൂ ഇയറിൻ്റെ ചെറിയ അലങ്കാരങ്ങൾ കാണാം. പിന്നെ അതിൻ്റെ ബഹളങ്ങളും കേൾക്കാം നമുക്ക്. അങ്ങനെ ട്രെയിനിൽ ആളൊക്കെ കുറഞ്ഞ് വന്നപ്പോഴത്തേനും ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു ബെഡ്ഷീറ്റ് പൊതിച്ച് ഇവിടെ കിടന്ന് ഗൈസ്. കണ്ടോ, കാലിയായ സീറ്റുകളാണ്, ആളുകളൊക്കെ കുറവാണ്. അന്നേരം ഇവിടെ കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ച് കിടന്നു. അപ്പുറത്ത് ആൾ കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് ചെങ്ങന്നൂർ കുറേ സമയം ട്രെയിൻ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ അയ്യപ്പന്മാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയും റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുകയാണ്. വീണ്ടും ട്രെയിൻ എടുത്ത് വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ട ഓരോ പള്ളികളിലും ഒക്കെ അലങ്കരിച്ച് ന്യൂ ഇയറിനെ വരവേൽക്കാനായിട്ട് അവരെല്ലാം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതൊക്കെ കണ്ടിങ്ങനെ പോവാണ്. ഞാൻ വന്ന വഴിക്ക് റോഡിൽ തിരക്ക് കാരണം ബസ്സിനകത്ത് ആൾ കാരണമൊന്നും ആ പോർഷനൊന്നും നല്ല രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ ചെറിയ വീഡിയോസായിട്ട് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തി. ഏതാണ്ട് 1 മണിയായി. അന്നേരം ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം അനിയൻ വിളിക്കാൻ വരും. അപ്പോൾ അവനെ തിരക്കി ഞാൻ പോവുകയാണ്. അങ്ങനെ അവൻ്റെ കൂടെ ബൈക്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം വഴിയിൽ ചായക്കടയൊക്കെ നോക്കി. പക്ഷെ എന്ത് ചെയ്യാനാ, 2 മണി ആവാറായതുകൊണ്ട് എല്ലാ കടയും അടച്ചിട്ടിരിക്കുക. പിന്നെ കുറച്ച് പോലീസുകാരും അല്ലാതെ കുറേ ആളുകൾ മാത്രം റോഡരികിലൊക്കെ നിൽപ്പുണ്ട് ന്യൂ ഇയർ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീടെത്താറായി. വീട്ടിൽ ചെന്നിട്ട് ഒരു ചെറിയ ന്യൂ ഇയർ കേക്ക് മുറിക്കാനുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂ ഇയർ കേക്ക്. അപ്പം ഇതിനി മുറിക്കാം. ഞാൻ നാട്ടിനി ഇവിടെ കേക്ക് മുറിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നേരം അവനാണ് കേക്ക് വാങ്ങിയതുകൊണ്ട് അവൻ തന്നെ മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ദാ ഇത് മുറിച്ച് കുളമാക്കിയിട്ടുണ്ട്. അങ്ങനെ അതങ്ങനെ മുറിച്ച് ഞങ്ങൾ കഴിച്ചു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.